നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറയുമ്പോഴും മരണസംഖ്യ കൂടുന്നത് ആശങ്കയേറ്റുന്നു. 29,673 പുതിയ രോഗികൾ 24 മണിക്കൂറിനിടെ 1,33,558 സാമ്പിളുകൾ പരിശോധിച്ചു. 142 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 41,032 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ 3,499 പുതിയ രോഗികൾ. സമ്പർക്കത്തിലൂടെ 3,363 പേർക്ക് രോഗം. 4,613 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 776. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 30 വരെ തുടരും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. രോഗവ്യാപന തോത് കണക്കിലെടുത്താണ് തീരുമാനം. മന്ത്രിസഭയിൽ വി അബ്ദുറഹ്മാന് ലഭിച്ചത് സുപ്രധാന വകുപ്പുകൾ. ന്യൂനപക്ഷക്ഷേമ പ്രവാസി കാര്യത്തിന് പകരം കായിക വകുപ്പ് അബ്ദുറഹ്മാന്റെ മന്ത്രിസ്ഥാന ലബ്ധിയിൽ വികസന പ്രതീക്ഷയിൽ മലപ്പുറം ജില്ല. സുപ്രധാന വകുപ്പുകൾക്ക് പുറമെ റെയിൽവേയുടെയും ചുമതല. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 16-കാരി പിടിയിൽ. താനൂർ DSP MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് പിടികൂടിയത്. തീരദേശത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നീ സമുദ്രമേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് വിലക്കി. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. മരണസംഖ്യ ഉയർന്നു നിൽക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 29,673 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,33,558 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.22% കുറഞ്ഞു. മരണസംഖ്യയും വർദ്ധിച്ചു. 142 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 6,994 ആയി. 41,032 പേർ രോഗമുക്തി നേടി. ഇന്ന് 29,673 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,33,558 പരിശോധനകളാണ് നടന്നത്. മരണപ്പെട്ടവർ 142 ഉണ്ട്. ആകെ ചികിത്സയിലുള്ളത് 3,06,346 പേരാണ്. സംസ്ഥാനത്ത് രോഗവ്യാപന തോതിൽ നേരിയ ആശ്വാസമുണ്ട്. പുതുതായി 29,673 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശ്വാസം പകരുന്നുണ്ട്. 41,032 പേരാണ് രോഗമുക്തരായത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 4,151 പേർക്കാണ് തിരുവനന്തപുരത്തെ രോഗം. 3,499 പേർക്ക് മലപ്പുറം ജില്ലയിലും രോഗം ബാധിച്ചു. എറണാകുളം 3,102, പാലക്കാട് 3,040, കൊല്ലം 2,745, തൃശൂർ 2,481, കോഴിക്കോട് 2,382, ആലപ്പുഴ 2,072, കോട്ടയം 1,760, കണ്ണൂർ 1,410, ഇടുക്കി 1,111, പത്തനംതിട്ട 878, കാസർഗോഡ് 650, വയനാട് 392 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 24 മണിക്കൂറിനിടെ 1,33,558 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.22%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ഓരോ ദിവസവും മരണസംഖ്യ വർദ്ധിച്ചു വരുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. മരണസംഖ്യയിൽ കുറവുണ്ടാകാത്തത് ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. 142 മരണങ്ങളാണ് 24 മണിക്കൂറിനിടെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 6,994 ആയി. വെള്ളിയാഴ്ച രോഗം ബാധിച്ചവരിൽ 215 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 27,353 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 1,976 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 129 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 41,032 പേരാണ് രോഗമുക്തരായത്. ഇതോടെ 3,06,346 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 19,79,919 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,88,009 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 9,49,300 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. 38,709 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,524 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുതിയ 7 ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 873 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്.
ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ പ്രകടമായ കുറവില്ല. 3499 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.75%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 3363 പേർ രോഗബാധിതരായി. 4613 പേർ രോഗമുക്തരായി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും മലപ്പുറത്ത് രോഗവ്യാപനം കുറയാത്തത് ഗൗരവമായി കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും രോഗബാധിതരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല. 3499 പേർക്കാണ് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 28.75% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച മാത്രമാണ് ഒരൽപ്പം ആശ്വാസം രോഗബാധിതരുടെ എണ്ണത്തിലുള്ളത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ജില്ലയിൽ പ്രധാനമായും ആശങ്കയേറ്റുന്നത്. വെള്ളിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 3363 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 73 പേർക്ക് രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 58 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശ്വാസമേകുന്നുണ്ട്. 4613 പേരാണ് ജില്ലയിൽ രോഗമുക്തരായത്. ഇതോടെ കോവിഡ് മുക്തരായി ജില്ലയിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,05,475 ആയി. 65,780 പേരാണ് നിലവിൽ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 48,142 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 1555 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 286 പേരും 206 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും നിരീക്ഷണത്തിലാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രത്യേക താമസ കേന്ദ്രങ്ങളായ ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 729 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 776 പേരാണ് കോവിഡ് ബാധിതരായി മരണത്തിനു കീഴടങ്ങിയത്. കോവിഡ് വ്യാപനം ആശങ്കയായി തുടരുമ്പോൾ ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആരോഗ്യ ജാഗ്രത പാലിക്കുന്നതിലുള്ള ഓരോ വീഴ്ചകളും ഗുരുതരമായ ആരോഗ്യ വെല്ലുവിളി സൃഷ്ടിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ഒരു കാരണവശാലും ആരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത്. വീടുകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 30 വരെ തുടരും. അതേസമയം തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. രോഗവ്യാപന തോത് കണക്കിലെടുത്താണ് മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ മെയ് 30 വരെ നീട്ടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. എന്നാൽ മലപ്പുറത്ത് മാത്രമാണ് ശനിയാഴ്ച മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാവുക. മറ്റു 3 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ശനിയാഴ്ച മുതൽ ഒഴിവാക്കി. എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ അടുത്ത ദിവസം മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സാധാരണ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. രോഗവ്യാപന തോത് കുറഞ്ഞ സാഹചര്യത്തിലാണ് മറ്റു 3 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ മലപ്പുറത്ത് TPR കുറയാത്ത സാഹചര്യം പ്രത്യേകം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. TPR കുറയാത്തതിനാലാണ് മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനമായത്. സംസ്ഥാനത്താകെ ലോക്ക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായ ഘട്ടത്തിൽ ഈ മാസം 8 മുതലാണ് സംസ്ഥാനത്താകെ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചത്. അടച്ചിടൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ രോഗവ്യാപനം അതീവ രൂക്ഷമായ മലപ്പുറം, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായി. ഞായറാഴ്ച മുതലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ഇതോടെ മലപ്പുറം ഒഴികെയുള്ള 3 ജില്ലകളിൽ രോഗവ്യാപനം കുറവുണ്ടായതോടെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസവും 37% TPR. വെള്ളിയാഴ്ച മാത്രമാണ് രോഗവ്യാപന തോതിൽ അല്പം കുറവുള്ളത്. ലോക്ക്ഡൌണിൽ തുണിക്കടകൾക്കും ജ്വല്ലറികൾക്കും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. കുറഞ്ഞ ജീവനക്കാരെ വെച്ച് ഓൺലൈൻ ഹോം ഡെലിവറികൾക്കായി പ്രവർത്തിക്കാനാണ് അനുമതിയുള്ളത്. വിവാഹ പർച്ചേസുകൾക്ക് 1 മണിക്കൂർ കടയിൽ ചെലവഴിക്കാം. ലോക്ക്ഡൌണിൽ ചില മേഖലകൾ കൂടി ഇളവ് നൽകി സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി എന്നിവയ്ക്കാണ് പുതിയ ഇളവുകൾ നൽകിയിട്ടുള്ളത്. ടെക്സ്റ്റൈൽ ഷോപ്പുകൾക്കും ജ്വല്ലറികൾക്കും തുറന്നു പ്രവർത്തിക്കാൻ ഇതോടെ അനുമതി ലഭിക്കും. എന്നാൽ ഓൺലൈൻ വിൽപ്പനയും ഹോം ഡെലിവറിയും മാത്രമേ അനുവദിക്കൂ. മിനിമം സ്റ്റാഫുകളെ വെച്ച് വേണം പ്രവർത്തിക്കാനെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിവാഹ പാർട്ടികൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ജ്വല്ലറികളിലും നേരിട്ടെത്തി പർച്ചേസ് ചെയ്യാനും അനുമതിയുണ്ട്. പരമാവധി 1 മണിക്കൂർ മാത്രമേ ഇതിന് അനുമതി ഉണ്ടാവുകയുള്ളൂ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പൈനാപ്പിൾ ശേഖരിക്കുന്നതിനും ബന്ധപ്പെട്ട ജോലിക്കും അനുമതി നൽകിയിട്ടുണ്ട്. മൊബൈൽ ടവറുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും അനുമതി നൽകി. ടാക്സ് കൺസൾട്ടന്റുകൾക്കും GST പ്രാക്ടീഷണർമാർക്കും വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാനും അനുമതിയുണ്ട്. കോവിഡ് പരിശോധനകൾ ഇനി സ്വയം വീട്ടിൽ നടത്താം. ആന്റിജൻ പരിശോധന സ്വയം നടത്താൻ കഴിയുന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കിറ്റിന് ICMR അംഗീകാരം നൽകി. കിറ്റ് ഉടൻ പൊതുവിപണിയിൽ ലഭ്യമാക്കും.
കോവിഡ് ആന്റിജൻ പരിശോധനകൾ സ്വയം നടത്താൻ കഴിയുന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കിറ്റിനാണ് ICMR അംഗീകാരം നൽകിയത്. കിറ്റ് ഉടൻ പൊതുവിപണിയിൽ ലഭ്യമാക്കും. രോഗലക്ഷണമുള്ളവർക്കും രോഗികളുമായി അടുത്ത സമ്പർക്കമുള്ളവർക്കും മാത്രമേ ടെസ്റ്റ് കിറ്റ് ICMR നിർദ്ദേശിക്കുന്നുള്ളൂ. കിറ്റിനൊപ്പം നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് പരിശോധന സ്വയം നടത്താം. മൂക്കിലെ സ്രവം ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. ഇത് പരിചയപ്പെടുത്താൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കും. റിസൾട്ട് 15 മിനിറ്റിനുള്ളിൽ ലഭ്യമാകും. പുണെയിലെ മൈലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് നിർമ്മിച്ച കിറ്റിനാണ് നിലവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഒരു കിറ്റിന്റെ വില 250 രൂപയാണ്. പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ICMR നിർദ്ദേശിച്ചു. കിറ്റ് യഥേഷ്ടം ലഭ്യമാകുന്നതോടെ പരിശോധന നിരക്ക് കൂട്ടിക്കൊണ്ട് കോവിഡ് രോഗത്തെ നിയന്ത്രിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. റാപ്പിഡ് പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായി കണക്കാക്കുന്നവർക്ക് വീണ്ടും പരിശോധന നടത്തേണ്ട ആവശ്യവും ഉണ്ടാകുന്നില്ല. എന്നാൽ പരിശോധനയിൽ നെഗറ്റീവായ രോഗലക്ഷണങ്ങളുള്ളവർ സ്ഥിരീകരണത്തിനായി RT-PCR കൂടി ചെയ്യേണ്ടതായി വരും. കോവിസെൽഫ് TM COVID-19 OTC ആന്റിജൻ LF എന്ന ഉപകരണം പുണെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് ആണ് നിർമ്മിക്കുന്നത്. മൊബൈൽ ആപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകാരമായിരിക്കണം ടെസ്റ്റ് നടത്തേണ്ടത്. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളെല്ലാം ആപ്പിൽ ലഭ്യമാണ്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ വകുപ്പുകളിൽ മാറ്റം. കായികം, വഖഫ്, റെയിൽവേ എന്നീ വകുപ്പുകളാണ് അബ്ദുറഹ്മാന് നൽകിയിട്ടുള്ളത്. ആദ്യം നൽകിയിരുന്ന ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസികാര്യ വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് വകുപ്പ് പുനർവിഭജനം ഉണ്ടായത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും നേരിയ മാറ്റമുണ്ട്. നേരത്തെ ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസികാര്യം എന്നീ വകുപ്പുകളായിരുന്നു വി അബ്ദുറഹ്മാന് നൽകിയിരുന്നത്. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ KT ജലീൽ കൈകാര്യം ചെയ്തു വന്ന ന്യൂനപക്ഷ ക്ഷേമം തന്നെ അബ്ദുറഹ്മാനും നൽകാൻ ധാരണയായിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർക്ക് നൽകിയ അന്തിമ പട്ടികയിലാണ് വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ വിവരം പുറത്തു വന്നത്. ഇതുപ്രകാരം കായികം എന്ന പ്രധാന വകുപ്പും 3 ഉപവകുപ്പുകളുമാണ് അബ്ദുറഹ്മാന് നൽകിയിട്ടുള്ളത്. കായികത്തിനു പുറമെ വഖഫ് ആൻഡ് ഹജ്ജ്, പോസ്റ്റും ടെലഗ്രാഫും, റെയിൽവേ എന്നീ വകുപ്പുകളാണ് അബ്ദുറഹ്മാന് ലഭിച്ചത്. ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യും. ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. ഇതനുസരിച്ചാണ് ഇവ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തത്. ഇതടക്കം 21 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ് എന്നിവ അടക്കമാണിത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്. R ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടി ചുമതല നൽകി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ധനകാര്യത്തിനൊപ്പം തോമസ് ഐസക് കൈകാര്യം ചെയ്തിരുന്ന കയർ വകുപ്പ് ഇത്തവണ P രാജീവിനാണ് നൽകിയിട്ടുള്ളത്. നിയമം, കയർ വകുപ്പുകളാണ് രാജീവിന്. കായിക മേഖലയെ ഏറെ സ്നേഹിക്കുന്ന മലപ്പുറം ജില്ലക്കാർ കായിക വകുപ്പിന് ജില്ലയിൽ നിന്ന് തന്നെ മന്ത്രിയുണ്ടായതിൽ ഏറെ ആഹ്ലാദത്തിലാണ്. ജില്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുമുളയ്ക്കുമെന്ന് തന്നെ കായിക പ്രേമികൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിയുക്ത കായിക മന്ത്രിക്ക് ചെയ്തു തീർക്കാൻ ഒട്ടേറെ സ്വപ്നങ്ങളുണ്ട് ജില്ലയിൽ. താനൂരിൽ നിന്നും ആദ്യമായി ഇടതു മന്ത്രിസഭയിലെത്തിയ വി അബ്ദുറഹ്മാൻ ലഭിച്ചത് മികച്ച വകുപ്പുകൾ. നേരത്തെ പ്രഖ്യാപിച്ച വകുപ്പുകൾക്ക് പുറമെ റെയിൽവേയുടെ ചുമതല കൂടി നൽകി. വികസന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ല. കായികം, വഖഫ്, ഹജ്ജ്, പോസ്റ്റൽ ആൻഡ് ടെലഗ്രാം, റെയിൽവേ വകുപ്പുകളാണ് അബ്ദുറഹ്മാന് നൽകിയിരിക്കുന്നത്. റെയിൽവേയുടെ അവഗണന എന്നും നേരിട്ട മലപ്പുറത്തു നിന്നും റെയിൽവേയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 5 വർഷം MLA ആയിരിക്കുമ്പോൾ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ വികസന പദ്ധതികൾ ഇതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. വി അബ്ദുറഹ്മാൻ മുൻകൈയെടുത്ത താനൂർ റെയിൽവേ സ്റ്റേഷനിൽ 80 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജ് എക്സ്റ്റൻഷൻ വലിയ ഉപകാരമാണ് കാട്ടിലങ്ങാടി മേഖലയിലുള്ളവർക്കുണ്ടാക്കിയത്. കൂടാതെ 1.5 കോടി രൂപ മുടക്കി താനൂർ റെയിൽവേ സ്റ്റേഷനെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികളും ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലയിലെ പ്രധാന സ്റ്റേഷനായ തിരൂരിൽ നിലവിൽ 10-ലധികം ദീർഘദൂര വണ്ടികൾക്ക് സ്റ്റോപ്പില്ല. ദീർഘകാലമായി ജനങ്ങൾ ഈ ട്രെയിനുകൾക്ക് ജില്ലയിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കണമെന്ന മുറവിളിയിലാണ്. ഇതിൽ ഒരു ഇടപെടൽ നാട്ടുകാരനായ വകുപ്പ് മന്ത്രിയിൽ നിന്നും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തിരൂരുകാർ. ജില്ലയിലെ മറ്റു പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ കുറ്റിപ്പുറം, പരപ്പനങ്ങാടി സ്റ്റേഷനുകളിലും വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ പുറകിലാണ്. തീരദേശ മേഖലയിലൂടെ കടന്നുപോകുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പാളങ്ങളിലൂടെ വികസനത്തിന്റെ വണ്ടിയോടിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർ. തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കോവിഡ് ഉപകരണങ്ങൾ നൽകി യൂത്ത് ലീഗ്. തിരുരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് പുതിയ കോവിഡ് ബ്ലോക്ക് ഒരുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിയത്. ഷാർജ KMCC തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് 1 ലക്ഷത്തിലധികം രൂപയുടെ ഉപകരണങ്ങൾ ആശുപത്രിക്ക് കൈമാറിയത്. റമദാൻ റിലീഫിന്റെ ഭാഗമായി ശേഖരിച്ചവയും ഷാർജ KMCC തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി നൽകിയ തുകയും ഉപയോഗപ്പെടുത്തിയാണ് താലൂക്ക് ആശുപത്രി കോവിഡ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് വാങ്ങി നൽകിയത്. കട്ടിൽ, ബെഡ്, ഓക്സിമീറ്റർ, കോവിഡ് ടെസ്റ്റിനും മറ്റുമായി എത്തുന്ന രോഗികൾക്ക് കാത്തിരിക്കുന്നതിന് വേണ്ടി കസേര, എല്ലാ കോവിഡ് ബ്ലോക്കിലേക്കുമുള്ള വാട്ടർ ഹീറ്റർ ആൻഡ് കൂളർ ഡിസ്പെൻസർ, വീൽ ചെയർ, ഓക്സിജൻ ഹ്യൂമിഡിഫയിങ് ബോട്ടിൽ കണക്ടർ എന്നിവയാണ് വാങ്ങി നൽകിയത്. ഉപകരണങ്ങളുടെ കൈമാറ്റ ചടങ്ങ് തിരൂരങ്ങാടി MLA KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായ ദൗത്യമാണ് യൂത്ത് ലീഗ് നിർവഹിച്ചതെന്ന് KPA മജീദ് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള എല്ലാ പരാധീനങ്ങളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റാഫിനെ കിട്ടാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അവരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു,
ഇപ്പോൾ കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് കൂട്ടിയിട്ടുണ്ടെങ്കിലും അതും പരിഹരിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. മണ്ഡലം പ്രസിഡന്റ് പി അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപകരണങ്ങളുടെ കൈമാറ്റം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നിർവഹിച്ചു. സേവന മേഖലയിൽ എന്നും മാതൃകാ പ്രവർത്തനവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തുണ്ടാകുമെന്നും കൂടുതൽ സഹായങ്ങൾ ആവശ്യമെങ്കിൽ നൽകുമെന്നും ഫിറോസ് പറഞ്ഞു. വൈറ്റ് ഗാർഡിനെ ഉപയോഗിച്ച് ഉപകരണങ്ങൾ കോവിഡ് ബ്ലോക്കിൽ സ്ഥാപിച്ചു നൽകുകയും ചെയ്തു. ചടങ്ങിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി പി ലമ്രത്ത് കരുമ്പിൽ, ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി യു എ റസാഖ്, മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ഇക്ബാൽ കല്ലുങ്ങൽ, സി പി ഇസ്മായിൽ, എം അബ്ദുറഹ്മാൻ കുട്ടി, വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ റാഷിദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നസീമ മുബാറക്, കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ രാജഗോപാൽ, PRO വിഖിൽ, രേണു, മറ്റു ഡോക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്ക്ഡൌണിൽ നിരാലംബർക്ക് അധ്യാപക കുടുംബ കൂട്ടായ്മ സൗജന്യ ഭക്ഷണം ഒരുക്കുന്നു. തിരുമാങ്ങാട്ടിലെ അധ്യാപക കുടുംബ കൂട്ടായ്മയായ പൂജ ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. തിരൂർ മാങ്ങാട്ടേരിയിലെ അധ്യാപക കൂട്ടായ്മയായ പൂജ ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. തുടക്കത്തിൽ 30 പൊതിച്ചോറാണ് നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ 50 മാറി. തലക്കാട് പഞ്ചായത്തിലെ കോവിഡ് ബാധിതർക്കും തിരൂരിലെ ട്രോമോ കെയർ അംഗങ്ങൾക്കും മറ്റുമാണ് വിതരണം ചെയ്യുന്നത്. JCE ആണ് വിതരണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അധ്യാപകരായ ബിന്ദുലാൽ, ജോസ് മാത്യു, ബാബു ജോർജ്, ജോസ് മാത്യു, ബിജു ജെയിംസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് തിരൂരിലും പരിസര പ്രദേശത്തും ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളൊരു ചെറിയ ആശയത്തിൻ്റെ ഭാഗമായി മാങ്ങാട്ടിരിയുള്ള നമ്മുടെ അധ്യാപകരുടെ ഒരു ചെറിയ കുടുംബ കൂട്ടായ്മ പൂജ ഗ്രൂപ്പ് എന്ന ഒരു കൂട്ടായ്മ, അതിൽ 5 അധ്യാപകർ ചേർന്ന് ആരംഭിച്ച ഒരു ചെറിയ പ്രവർത്തനമാണിത്. ദിവസവും ഒരു 30 പേർക്കുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഒരു ചിന്ത. പിന്നീട് നമ്മളുടെ അയൽക്കാരായ ആളുകളും ഒക്കെ ഈ സംരംഭത്തോട് സഹകരിക്കുക ഏകദേശം 50 പൊതി ചോറ് ഓരോ ദിവസവും നമുക്ക് ഇവിടെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ അധ്യാപകർ വീടുകളിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ സമയവും ഞങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങുന്ന ഒരു പ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കുന്നു. ഏകദേശം 50 പാക്കറ്റ് പൊതിയാണ് നമ്മൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 16-കാരി പിടിയിൽ. താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് മികച്ച അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. തിരൂരങ്ങാടി കൊളപ്പുറത്ത് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട്ടുകാരിയായ 16-കാരിയെ അന്വേഷണ സംഘം പിടികൂടി. MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് മികച്ച അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടിയത്. കൊളപ്പുറം AR നഗർ താമസിക്കുന്ന അബ്ദുൽ ഹമീദ് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മരുമകളുടെ 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ ഏപ്രിലിൽ കളവ് പോയത്. അബ്ദുൽ ഹമീദ് തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണ സംഘം പരാതിക്കാരന്റെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ത്രീയെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും പരിശോധിച്ചും നിരീക്ഷിച്ചും ഫോൺ കോളുകൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയിലേക്ക് എത്തിയത്. ഇവരുടെ താമസ സ്ഥലത്തു നിന്നും വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച കളവ് പോയ 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അന്വേഷണ സംഘത്തിൽ DYSP MY ഷാജിക്ക് പുറമെ SI രതീഷ്, SI പ്രമോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ്, വിനീഷ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ജിജി, സജിനി തുടങ്ങിയവരുമുണ്ടായിരുന്നു. പ്രതിയെ ജുവൈനൽ കോടതിയിൽ ഹാജരാക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി MES യൂത്ത് വിങ്ങും. നഗരസഭയിലെ വാർഡുകളിലേക്ക് ആവശ്യമായ പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഏറ്റുവാങ്ങി. MES യൂത്ത് വിങ് തിരൂർ യൂണിറ്റ് മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി ഫിംഗർ പൾസ് ഓക്സിമീറ്ററുകൾ കൈമാറി. തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ AP നസീമ ഏറ്റുവാങ്ങി. നമ്മുടെ MES യൂത്ത് വിങ് തിരൂർ നഗരസഭയുടെ കൺട്രോൾ റൂമിലേക്ക് അതാത് വാർഡ് കൗൺസിലർമാരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി 25ഓളം പൾസ് ഓക്സിമീറ്ററുകൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ സഹായിക്കാൻ തയ്യാറായ MES യൂത്ത് വിങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം ഇത് സ്വീകരിച്ചുകൊണ്ട് നഗരസഭാ അധ്യക്ഷ എന്ന പേരിൽ നന്ദി അറിയിക്കുന്നു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, വിവിധ വാർഡംഗങ്ങളായ സലാം മാസ്റ്റർ, IP ഷാജിറ, ഷാനവാസ്, മുൻ കൗൺസിലർ PK തങ്ങൾ, MES യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് നിസാം തയ്യിൽ, ജോയിന്റ് സെക്രട്ടറി അനീഷ് ഷഹീർ, താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് നിഷാദ്, അസ്കർ അലി, ഡോക്ടർ ജുനൈദ്, ഇജാസ് നിർമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രതിസന്ധിക്കിടയിൽ താങ്ങായി ഗ്രാമപഞ്ചായത്ത് അംഗം. നിറമുതൽ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം TV സാജറയുടെ നേതൃത്വത്തിൽ പ്രയാസമനുഭവിക്കുന്ന വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് പ്രതിസന്ധി മൂലം പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി ഗ്രാമപഞ്ചായത്ത് അംഗം. നിറമുതൽ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം T സാജറയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ വാർഡിലുള്ളവരെ ചേർത്ത് പിടിക്കുന്നത്. പ്രയാസമനുഭവിക്കുന്ന വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ആവശ്യമായ പച്ചക്കറികൾ വിതരണം ചെയ്തു. കൂടാതെ തൊട്ടടുത്ത 13-15 വാർഡുകളിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കോവിഡ് പോസിറ്റീവായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും കിറ്റുകൾ എത്തിച്ചു. UDF യൂത്ത് കെയർ പ്രവർത്തകരായ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അസ്കർ KT, ജാസിം ജനതാ ബസാർ ഇജാസ് ഇസ്മായിൽ, സലാം, ഫൈറുസ ജാസിം, ലബീബ്, അക്ബർ, മുജീബ് വള്ളിക്കാഞ്ഞിരം തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കിറ്റ് വിതരണോദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഫ മാസ്റ്റർ നിർവഹിച്ചു. തിരുത്തെക്കുമുറി റെഡ് ആർമിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. CPM തിരു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. റെഡ് ആർമി തെക്കുമുറിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. CPM തിരു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, തലക്കാട് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ രതീഷ് P ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. റെഡ് ആർമി കൺവീനർ നിലോഫർ സ്വാഗതവും സെക്രട്ടറി രാകേഷ് നന്ദിയും പറഞ്ഞു. ചെയർമാൻ CP സലീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 27, 28, 33 വാർഡുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ദീർഘദൂര യാത്രക്കാർക്കും റെഡ് ആർമി തെക്കുമുറിയുടെ ഉച്ചഭക്ഷണ വിതരണവും ആരംഭിച്ചു. തെക്കുമുറി വാർഡിലെ എല്ലാ വീടുകളിലും വിതരണം ചെയ്യാൻ പോകുന്ന കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ മരുന്നിന്റെ വിതരണോദ്ഘാടനം ഡോക്ടർ രതീഷ് നിർവഹിച്ചു. കോവിഡ് ലോക്ക്ഡൌണിനോടൊപ്പം കടൽക്ഷോഭം കൂടി വന്നതോടെ വറുതിയിലായ തീരവാസികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിറമുതൽ പഞ്ചായത്തിലെ പുതിയ കടപ്പുറം തീരദേശത്ത് 350-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തീരദേശ പ്രദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഒരു ആശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണം എന്നാണ്. ഈ വിഷയത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജിലൂടെ നടത്തിയ അഭ്യർത്ഥന സ്വീകരിച്ച് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് MD അൻവർ അമീന്റെ സഹകരണത്തോടെയാണ് കിറ്റുകൾ തയ്യാറാക്കിയത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KM നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത, വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സാദുള്ള, CMT നസറുദ്ദീൻ ഷാ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DYFI തലക്കാട് മേഖലാ കമ്മിറ്റി വാഹനം പുറത്തിറക്കി. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം CPM തലക്കാട് ലോക്കൽ സെക്രട്ടറി T ഷാജി നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി DYFI തലക്കാട് മേഖലാ കമ്മിറ്റി വാഹനം പുറത്തിറക്കി. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം CPM തലക്കാട് ലോക്കൽ സെക്രട്ടറി T ഷാജി നിർവഹിച്ചു. ചടങ്ങിൽ DYFI മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K രാകേഷ്, P നൌഫൽ, AK അനീഷ്, CK ബഷീർ, T ഷിനി, സാബിഖ്, ഷഫീഖ്, ഫൈറൂസ്, ഖാദർ, സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശത്ത് 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നീ സമുദ്രമേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനും തടസ്സമില്ല. തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട്, ആന്ധ്ര തീരങ്ങൾ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടൽ എന്നീ സമുദ്രമേഖലകളിൽ ശനിയാഴ്ച മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട്, ആന്ധ്ര തീരങ്ങൾ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ എന്നീ സമുദ്രമേഖലകളിലും ഞായറാഴ്ചയും ശക്തമായി കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ കാറ്റിന്റെ വേഗത 50 മുതൽ 60 കിലോമീറ്റർ വരെ കൂടാനും മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള വടക്കൻ ആൻഡമാൻ കടൽ എന്നീ സമുദ്രമേഖലകളിൽ വീശിയടിക്കാനും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ സമുദ്രമേഖലയിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ തിങ്കളാഴ്ചയും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട്, ആന്ധ്ര തീരങ്ങൾ എന്നീ സമുദ്രമേഖലകളിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ സമുദ്രമേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സവുമില്ല. കോവിഡ് ജാഗ്രത തിരൂർ നഗരസഭയിൽ RRTകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭയിലെ 38 വാർഡുകളിലെ RRTകൾക്കും ഓക്സിമീറ്റർ, സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
38 വാർഡിലെയും RRT മെമ്പേഴ്സിനുള്ള ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ, PPE കിറ്റ്, പൾസ് ഓക്സിമീറ്റർ എന്നിവ എല്ലാ വാർഡുകളിലേക്കും ആവശ്യമായ രീതിയിൽ ഇന്ന് വിതരണം നടത്തിയിട്ടുണ്ട്. ഇനിയും തിരൂർ നഗരസഭയുമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നേരിട്ട് ചെയർപേഴ്സണെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും ജനങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജിന, ബിജിത, അഡ്വക്കേറ്റ് S ഗിരീഷ്, KK സലാം മാസ്റ്റർ, മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PK തങ്ങൾ, AK സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടത്ത് കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചു. തിങ്കളാഴ്ച പുറത്തൂർ കുറുമ്പടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ DCC കെയർ സെന്റർ ആരംഭിക്കും. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വെട്ടത്ത് കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ 10 ഓക്സിജൻ കിടക്കകളും 25 രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 4 ഡോക്ടർമാരും 6 സ്റ്റാഫ് നഴ്സിനെയും 6 ക്ലീനിംഗ് സ്റ്റാഫിനെയും നിയമിച്ചിട്ടുണ്ട്. ഇവർക്ക് ശമ്പളം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ടാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഒരു ആംബുലൻസിന് പുറമെ മറ്റൊരു വാഹനവും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി മുടങ്ങിയാൽ ഓക്സിജൻ വിതരണത്തിൽ പ്രയാസമുണ്ടാകാതിരിക്കാൻ ജനറേറ്ററും സജ്ജമാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ആശുപത്രി തുറന്നുകൊടുത്തു. വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, അംഗങ്ങളായ V തങ്കമണി, PP നാസർ, MP മുഹമ്മദ് കോയ, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത് ഒരു സാധാരണ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്റർ അല്ല, മറിച്ച് കൺട്രോൾ റൂമിൽ നിന്ന് വെന്റിലേറ്റർ ആവശ്യമില്ലാത്ത ഗുരുതര രോഗികളെ ചികിത്സിക്കുന്ന സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു കോവിഡ് ആശുപത്രി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ആളുകൾ എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കണ്ടാവും. അതിന് നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഗുരുതരമായ രോഗികളെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഒരുപക്ഷെ നമ്മുടെ ജില്ലയിലും കേരളത്തിലും ചിലപ്പോൾ ആദ്യമായിട്ടാവും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായും പണം ചെലവഴിച്ചുകൊണ്ട് ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫിനെയും ക്ലീനിംഗ് സ്റ്റാഫിനെയും വെക്കുന്നത്. തിങ്കളാഴ്ച പുറത്തൂർ കുറുമ്പടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ DCC കെയർ സെന്റർ ആരംഭിക്കും. കോവിഡ് ബാധയേറ്റ് മരണപ്പെട്ടവരുടെ വീടും പരിസരവും ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. നഗരസഭ വാർഡ് 10 കാഞ്ഞിരക്കുണ്ടിലാണ് ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ അണുമുക്തമാക്കിയത്. യൂത്ത് ലീഗ് പ്രവർത്തകരായ നൌഷാദ്, ഫിറോസ്, റാഷിഖ് എന്നിവരും പങ്കെടുത്തു. നഗരസഭയിൽ ഇതിനോടകം 700-ലധികം കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമായി നടക്കുന്നതായും ചെയർപേഴ്സൺ അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നഗരസഭാ ജീവനക്കാർ. താനൂർ നഗരസഭയിലെ ജീവനക്കാർ പ്രതിരോധ വസ്തുക്കളും സംഭാവനയും നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നഗരസഭാ ജീവനക്കാർ നഗരസഭയ്ക്ക് പ്രതിരോധ വസ്തുക്കളും സംഭാവനകളും നൽകി. താനൂർ നഗരസഭയിലെ ജീവനക്കാരാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പുറമെ നഗരസഭയിലെ കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കുമായി N95 മാർക്ക 500 എണ്ണം ചെയർമാൻ PP ഷംസുദ്ദീന് കൈമാറിയത്. നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ, സൂപ്രണ്ട് കൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അക്ബർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടാതെ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപക സംഘടനാ പ്രതിനിധികളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളും പൾസ് ഓക്സിമീറ്റർ, മാസ്കുകൾ, ഭക്ഷണ കിറ്റുകൾ, നോട്ട്ബുക്കുകൾ എന്നിവയും നഗരസഭാ ചെയർമാൻ സംഭാവനയായി നൽകി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണെങ്കിലും താനാളൂരിലുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്നാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഒടൂർ റോഡിലെ ഒരു ഇറച്ചിക്കടയിലെ ദൃശ്യങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറയുമ്പോഴും മരണസംഖ്യ കൂടുന്നത് ആശങ്കയേറ്റുന്നു. 29,673 പുതിയ രോഗികൾ 24 മണിക്കൂറിനിടെ 1,33,558 സാമ്പിളുകൾ പരിശോധിച്ചു. 142 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 41,032 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ 3,499 പുതിയ രോഗികൾ. സമ്പർക്കത്തിലൂടെ 3,363 പേർക്ക് രോഗം. 4,613 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 776. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഈ മാസം 30 വരെ നീട്ടി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 30 വരെ തുടരും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. രോഗവ്യാപന തോത് കണക്കിലെടുത്താണ് തീരുമാനം.
മന്ത്രിസഭയിൽ വി അബ്ദുറഹ്മാന് ലഭിച്ചത് സുപ്രധാന വകുപ്പുകൾ. ന്യൂനപക്ഷക്ഷേമ പ്രവാസി കാര്യത്തിന് പകരം കായിക വകുപ്പ് അബ്ദുറഹ്മാന്റെ മന്ത്രിസ്ഥാന ലബ്ധിയിൽ വികസന പ്രതീക്ഷയിൽ മലപ്പുറം ജില്ല. സുപ്രധാന വകുപ്പുകൾക്ക് പുറമെ റെയിൽവേയുടെയും ചുമതല. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 16-കാരി പിടിയിൽ. താനൂർ ഡിഎസ്പി MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘമാണ് പിടികൂടിയത്. തീരദേശത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നീ സമുദ്രമേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് വിലക്കി. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.